الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم واجعل لي لسان صدق في الآخرين ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കുവാനും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് പടച്ചറബിനോട് നന്ദിയുള്ളവരായി തഖ്വയുള്ളവരായി ജീവിക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവന്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ നാം ഓരോരുത്തരെയും പടച്ചറബ് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മളെല്ലാവരും ജീവിതകാലത്തും നമ്മുടെ മരണശേഷവും നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ നല്ലത് പറയണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. മനുഷ്യർ പൊതുവിൽ അങ്ങനെ തന്നെയാണ്. എന്നാൽ ചിലരുടെ അവസ്ഥ നമ്മൾ പരിശോധിച്ചാൽ അവരുടെ അന്തസ്സും അഭിമാനവുമൊക്കെ ഒരു ചീട്ടുകൊട്ടാരം പോലെ ചെറിയ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ തകർന്ന് തരിപ്പണമായി പോകുന്നത് കാണുവാൻ സാധിക്കും. ഒന്നുകിൽ മക്കളെ കൊണ്ടോ, അല്ലെങ്കിൽ ഭാര്യയെ കൊണ്ടോ, ഭാര്യയെ സംബന്ധിച്ച് ഭർത്താവിനെ കൊണ്ടോ, മക്കളെക്കുറിച്ച് മാതാപിതാക്കളെ കൊണ്ടോ ഒക്കെ ചീത്തപ്പേരുകൾ സമ്മാനിക്കുകയും അതുവരെയും അവർക്ക് സമൂഹത്തിലുണ്ടായിരുന്ന ഇമേജ് അല്ലെങ്കിൽ സ്റ്റാറ്റസ് തകർന്നു പോകുന്നൊരവസ്ഥ വളരെ പരിതാപകരമായ സംഗതിയാണ്. അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. കാരണം നമ്മൾ സമ്പാദിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു സമ്പാദ്യം എന്ന് പറയുന്നത് നമ്മുടെ ഇസ്സത്ത്, നമ്മുടെ ആത്മാഭിമാനം, അന്തസ് എന്നൊക്കെ പറയുന്നതാണ്. അപ്പോ അത് എന്റെ ജീവിതത്തിൽ എനിക്ക് ആ ഒരു നിലയുണ്ടാകണം, മരണശേഷവും അത് നിലനിന്ന് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നത് തെറ്റായ സംഗതിയല്ല. നബിമാർ വരെ അത് ആഗ്രഹിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതാണ് സൂറത്തു ശുഅറയിലെ 84-ാമത്തെ ആയത്തിലൂടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പടച്ച റബ്ബിനോട് ചോദിക്കുന്നത് വജ്അൽ ലീ ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ,
അല്ലാഹുവേ, ശേഷക്കാരിൽ ലോകാവസാനം വരെയുള്ള ആളുകളിൽ എനിക്ക് സൽകീർത്തി നീ ഉണ്ടാക്കി തരണമേ എന്നാണ് അതിന്റെ അർത്ഥം. ഐ ഇജ്അൽ ലി സനാഅ സിദ്ഖിൻ മുസ്തമിറിൻ ഇലാ ആഖിരി ദഹർ, ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു നല്ല പേര് എനിക്ക് നീ ഉണ്ടാക്കി തരണമേ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തു എന്ന് പറയുമ്പോൾ തീർച്ചയായും അതിന്റെ ഒരു പ്രതിഫലനമാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് സമൂഹത്തിൽ കിട്ടിയത്. വജഅലഹു മഹ്ബൂബൻ മഖ്ബൂലൻ മുഅല്ലമൻ മുസ്നൻ അലൈഹി, എല്ലാ വിഭാഗം ആളുകൾക്കിടയിലും പ്രിയങ്കരനായി ആദരിക്കപ്പെടുന്ന സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയായി ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മാറി. അതേപോലെ തന്നെ എല്ലാവരും വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്യുന്ന, ആരും ആക്ഷേപിച്ചു പറയാത്ത ഒരു വ്യക്തിത്വത്തിലേക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു ഉയർത്തി. ഫീ ജമീഇൽ മിലലി ഫീ കുല്ലിൽ ഔഖാത്ത്, എല്ലാ കാലഘട്ടവും നമ്മൾ പരിശോധിച്ചാൽ, ഏത് മതവിഭാഗത്തെ എടുത്ത് പരിശോധിച്ചാലും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ആദരിക്കാത്ത, ബഹുമാനിക്കാത്ത, സ്നേഹിക്കാത്ത ആളുകളില്ല എന്നതാണ്. അതാണ് അള്ളാഹു ഒരാളെ ഉയർത്താൻ തീരുമാനിച്ചാൽ കിട്ടുന്ന എഫക്റ്റ്. അതാണ് എല്ലാവരും കൈയൊഴിച്ചു, സ്വന്തം വാപ്പയും സമൂഹവും എല്ലാം കൈയൊഴിച്ച് ഒറ്റയാൾ പോരാട്ടം നടത്തിയ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇന്ന് ജനകോടികൾക്കിടയിൽ അവരുടെ ഹൃദയങ്ങളിൽ വസിക്കുന്ന അന്തസ്സിന്റെയും അഭിമാനത്തിന്റെയും ഉടമയായി മാറി എന്നത് നമുക്ക് ആ ചരിത്രത്തിലൂടെ വായിച്ചെടുക്കുവാൻ സാധിക്കുന്ന സംഗതിയാണ്. ഇതാണ് മുഫസ്സിരീങ്ങളൊക്കെ ആ ആയത്തിന് നൽകിയ വിശദീകരണം. അപ്പൊ പടച്ച റബ്ബിന്റെ വലിയൊരു അനുഗ്രഹമായി അള്ളാഹു എടുത്തു പറഞ്ഞിട്ടുണ്ട് സൽകീർത്തി ഉണ്ടാവുക എന്നത്. വവഹബ്നാ ലഹും മിർ റഹ്മതിനാ വജഅൽനാ ലഹും ലിസാന സിദ്ഖിൻ അലിയ. അമ്പിയാക്കന്മാരുടെ ചരിത്രം പറയുന്ന കൂട്ടത്തിൽ പ്രത്യേകിച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും അദ്ദേഹത്തിന്റെ മകൻ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും അഥവാ 3 തലമുറയുടെ ചരിത്രത്തെ കുറിച്ച് അള്ളാഹു പറയുകയാണ്. അത് വിശദീകരിച്ചതിന് ശേഷം വവഹബ്നാ ലഹും മിർ റഹ്മതിനാ, നമ്മുടെ കാരുണ്യം, പ്രത്യേകമായ അനുഗ്രഹം, റഹ്മത്ത് നാം അവർക്ക് ദാനമായി നൽകി. വജഅൽനാ ലഹും ലിസാന സിദ്ഖിൻ അലിയ, ഉന്നതമായ സൽകീർത്തി അവർക്ക് നാം നൽകുകയും ചെയ്തു എന്ന് അല്ലാഹു അവിടെ എടുത്തു പറയുകയാണ് സൂറത്ത് മറിയമിലെ 50-ാമത്തെ വചനത്തിൽ. അപ്പൊ നല്ലത് പറയണം. ആര് പറയണം നല്ലത്? എല്ലാവരും പറയണമെന്ന് വിചാരിച്ചാൽ നടക്കോ? അത് നടക്കുകയില്ല. കാരണം സാധ്യവുമല്ല, അത് ഉണ്ടാവുകയില്ല. എല്ലാവരും ഒരാളെ സംബന്ധിച്ച് നല്ലത് പറയണമെങ്കിൽ അള്ളാഹിനെ പറ്റി എല്ലാവരും നല്ലത് പറയണ്ടേ? അതല്ലെങ്കിൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് നല്ലത് പറയണ്ടേ? എന്ന് പറഞ്ഞാൽ അമ്മയെ തല്ലിയാലും രണ്ടു പക്ഷം ഇത് നമ്മൾ പറയാറുള്ളത് പോലെ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അതിന് പക്ഷം പിടിക്കാൻ ഗ്രൂപ്പുകൾ ഉണ്ടാക്കാൻ ആളുകൾ ഉണ്ടാകും. അപ്പൊ ആരാണ് നല്ലത് പറയേണ്ടത്? നമ്മളെ സംബന്ധിച്ച് ആരായിരിക്കും നല്ലത് പറയേണ്ടത്? ഇബ്നു ഹിബ്ബാൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഖൈറുസ് സനാഇ മാ കാന അലാ അഫ്വാഹിൽ അഖ്യാർ, നല്ലവരായ ആളുകളുടെ വായിലൂടെ നമ്മളെ സംബന്ധിച്ച് നല്ലത് പറയുക എന്നതാണ് ഏറ്റവും നല്ല പ്രശംസ. കുടിയനും പിടിയനും തോന്നിവാസിയുമായ ആളുകൾ ആ തിന്മകൾക്കെതിരെ നിലകൊള്ളുന്ന ഒരു വിശ്വാസിയെ കുറിച്ച് നല്ലത് പറയുമെന്ന് വിചാരിക്കുവാൻ, പ്രതീക്ഷിക്കുവാൻ സാധ്യതയില്ല. തിന്മകൾക്കെതിരെ നമ്മൾ ശബ്ദിക്കുമ്പോൾ ഒറ്റപ്പെടുക സ്വാഭാവികമാണ്. എന്നാൽ നല്ലവരായ ആളുകൾ, പടച്ച റബ്ബ് ഇഷ്ടപ്പെട്ട ഒരാളും നമ്മെ വെറുക്കുന്ന അവസ്ഥയുണ്ടാകരുത്. അത് സത്യവിശ്വാസിക്കുള്ള സന്തോഷ വാർത്തയായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചത്. ഒരു യഥാർത്ഥ മുഅ്മിനിന്റേതായ ആശയങ്ങളും ആദർശങ്ങളും അനുസരിച്ച് ഒരു വിശ്വാസിയുടെ ജീവിതം നിലനിർത്തിക്കൊണ്ടുപോകുമ്പോൾ ആളുകൾ അയാളെ അതിന്റെ പേരിൽ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അത് അള്ളാഹു അയാൾക്ക് കൊടുക്കുന്ന ദുനിയാവിലെ ഒരു സമ്മാനമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അബൂദർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, പ്രവാചകരെ, അറഅയ്ത റജുല യഅമലുൽ അമല മിനൽ ഖൈർ, ഒരു മനുഷ്യൻ ഖൈറായ കുറെ അമലുകൾ, സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, വയഹ്മദുഹു നാസു അലൈഹി, അയാളുടെ ആ പ്രവർത്തനങ്ങൾ കണ്ട ആളുകൾ അയാളെ പ്രശംസിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്താൽ പ്രവാചകരെ എന്താണ് അതിന്റെ താല്പര്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തിൽക ആജിലു ബുശ്റൽ മുഅ്മിൻ, സത്യവിശ്വാസിയായ ആളുകൾക്ക് പരലോകത്ത് കിട്ടാനിരിക്കുന്ന നന്മയുടെ ദുനിയാവിൽ കിട്ടുന്ന ചില സന്തോഷ വാർത്തയാണ്, ദുനിയാവിൽ പെട്ടെന്ന് അള്ളാഹു കൊടുക്കുന്ന ഒരു സൽകീർത്തിയാണ്, അല്ലെങ്കിൽ സന്തോഷ വാർത്തയാണ് എന്നാണ്. വഹുവ മിൻ ഈതാഇല്ലാഹി അബ്ദഹു
അജ്റഹു ഫിദ്ദുനിയ, ദുനിയാവിൽ വെച്ച് അള്ളാഹു ആ അടിമക്ക് കൊടുത്ത ഒരു പ്രതിഫലമാണ്. കമാ ഫസ്സറഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതിനെ അങ്ങനെയാണ് വിശദീകരിച്ചത്. കാരണം 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 27-ാമത്തെ ആയത്തിൽ വആതൈനാഹു അജ്റഹു ഫിദ്ദുനിയ, അള്ളാഹു ദുനിയാവിൽ അവർക്ക് അങ്ങനെ പ്രതിഫലം കൊടുത്തു എന്ന് പറയുന്നുണ്ട്. പ്രവാചകന്മാരെ സംബന്ധിച്ചുള്ള നല്ല പ്രതീക്ഷയും പ്രശംസയും ഒക്കെ. ഒരു കവി പറഞ്ഞതുപോലെ കുല്ലുൽ ഉമൂരി തസൂലു അൻക വതൻഖദി, എല്ലാ സംഗതികളും നിന്നെ കുറിച്ച് പറയുന്ന അല്ലെങ്കിൽ നിന്നെ സംബന്ധിച്ച ആളുകൾക്കുള്ള എല്ലാ അഭിപ്രായങ്ങളും അത് നീങ്ങിപ്പോവുകയും അവസാനിക്കുകയും ചെയ്തേക്കും. ഇല്ല സനാഅ ഫഇന്നഹു ലക ബാഖി, എന്നാൽ നീ ചെയ്ത നന്മയെ സംബന്ധിച്ച് ആളുകൾ പ്രശംസിച്ചു പറയുന്നുവെങ്കിൽ അത് നിനക്കുള്ളൊരു അംഗീകാരമാണ്. നീ മരിച്ചു കഴിഞ്ഞാലും അത് പറയും. അതുവഴി അയാൾക്ക് നല്ല മനുഷ്യരുടെ ദുആ കിട്ടാൻ സഹായകമാകും. ഏതെങ്കിലും ഒരു നന്മയെ സംബന്ധിച്ച് അനുസ്മരിക്കുമ്പോൾ അതിന്റെ ഒരു ചർച്ചാവേളയിൽ ഇന്നയൊരാൾ ആ നന്മയുടെ തുടക്കക്കാരനായി അതിന്റെ ഒരു വക്താവായി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും അയാളുടെ കാലശേഷവും അയാൾക്ക് റഹ്മത്തിന് വേണ്ടി മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്യുന്ന നാവുകൾ ഉണ്ടാകുമെന്ന്. അതേപോലെ അയാളുടെ അനന്തരാവകാശികൾക്കും ഏറ്റവും വലിയൊരു സമ്പാദ്യമാണ് എന്റെ വാപ്പ നല്ല ഒരു വ്യക്തിയായിരുന്നു, സമൂഹത്തിൽ അംഗീകാരമുള്ള നന്മയുടെ പ്രതീകമായി ഏതൊരു നന്മയുടെയും തുടക്കക്കാരനായി എന്റെ ഉപ്പ ഉണ്ടായിരുന്നു എന്ന് പറയാൻ സാധിച്ചാൽ അദ്ദിഖുറുൽ ഹസൻ തരിഖത്തുൻ മുബാറക, അയാൾ കുറെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സ്വത്തും ഏക്കർ കണക്കിന് തോട്ടവും ഉപേക്ഷിച്ചു പോകുന്നതിനേക്കാൾ നല്ലത് അനന്തരാവകാശികൾക്ക് നേടിയെടുക്കുവാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും വലിയ, കിട്ടുവാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അനന്തരാവകാശം ആ സൽകീർത്തിയാണ് എന്നാണ്. നല്ലത് പറയിപ്പിക്കുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ അതാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത് അഫ്ളലു മാ യൂരിസുൽ ആബാഉ അൽ അബ്നാ, മാതാപിതാക്കൾ മക്കൾക്ക് കൊടുക്കുന്ന അനന്തര സ്വത്തുക്കളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് മഹത്തരമായത് അസ്സനാഉൽ ഹസൻ, നല്ലത് പറയുക എന്നതാണ്. അതേപോലെ തന്നെ വൽ അദബുൻ നാഫിഅ, ഉപകാരപ്രദമായ കുറെ മാനേഴ്സ് മര്യാദകൾ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നതാണ്. വൽ ഇഖ്വാൻ അസ്സാലിഹൂൻ, നല്ലവരായ കൂട്ടുകാരുണ്ടെങ്കിൽ അതും അയാൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സമ്പാദ്യമാണ് എന്നാണ്. പരലോക വിജയത്തിന്റെ നല്ല ലക്ഷണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ എണ്ണിയിട്ടുണ്ട്. ദുനിയാവിൽ ഒരാൾക്ക് കിട്ടുന്ന നേട്ടം അത് പരലോകത്തെ നേട്ടത്തിന്റെ ശുഭലക്ഷണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ശരിയെങ്കിൽ എങ്ങനെ അത് നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും? ആളുകൾ നല്ലത് പറയണം എന്ന ആഗ്രഹത്തോടുകൂടി ആകരുത് നമ്മൾ ഒരു നന്മയും ചെയ്യുന്നത്. അതാണ് നമ്മുടെ നിയ്യത്ത് എങ്കിൽ ഇഖ്ലാസിന് എതിരാകും. പടച്ച റബ്ബിന്റെ അടുക്കൽ അത് സ്വീകരിക്കപ്പെടുകയില്ല. മറിച്ച് നമ്മൾ ചെയ്യുന്ന ചെറുതും വലുതുമായ എല്ലാ നന്മകളും പടച്ച റബ്ബിന് വേണ്ടി ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി നമ്മൾ ചെയ്യണം. അപ്പോൾ സ്വാഭാവികമായും അള്ളാഹു തരുന്ന ഒരു പാരിതോഷികമാണ്, ഒരു സമ്മാനമാണ് ദുനിയാവിൽ കിട്ടുന്ന പേരും അംഗീകാരവും ഒക്കെ. യൂഷികു അൻ തഅരിഫു അഹ്ലൽ ജന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, നിങ്ങൾക്ക് ദുനിയാവിൽ വെച്ച് തന്നെ നരകവാസികളെയും സ്വർഗവാസികളെയും അറിയാൻ പറ്റും. മിൻ അഹ്ലിന്നാർ, അഹ്ലുൽ ജന്ന സ്വർഗവാസികൾ ആരാണ്, അഹ്ലുന്നാർ നരകവാസികൾ ആരാണ് എന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും എന്ന് പറഞ്ഞപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, ബിമദാക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ അത് എങ്ങനെയാണ് സാധിക്കുക? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ബിസ്സനാഇൽ ഹസൻ വസ്സനാഇസ് സയ്യ്, ഒരാളെ സംബന്ധിച്ച് അയാളുടെ മരണശേഷവും നല്ല വിശ്വാസികളായ ആളുകൾ നല്ലത് പറയുന്നുവെങ്കിൽ അയാൾക്കുള്ള നല്ല അംഗീകാരമാണ്. അതല്ല മോശമായ അഭിപ്രായങ്ങളാണ് അവർ പറയുന്നതെങ്കിലോ അയാൾ നല്ലവനല്ല എന്നതിനുമുള്ള അടയാളമാണ്. അൻതും ശുഹദാഉല്ലാഹി ബഅ്ദുകും അലാ ബഅദ്, നിങ്ങൾ അള്ളാഹു നിശ്ചയിച്ച സാക്ഷികളാണ്. ചിലർക്ക് സാക്ഷ്യം പറയുമ്പോൾ അത് അള്ളാഹുവിന്റെ അടുക്കൽ സാക്ഷ്യമായി രേഖപ്പെടുത്തുന്ന സംഗതിയാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തരുന്ന മറ്റൊരു ഹദീസിൽ കാണുവാൻ സാധിക്കും, ഇദാ അഹബ്ബല്ലാഹുൽ അബ്ദ നാദാ ജിബ്രീൽ, പടച്ച റബ്ബ് നമ്മളിൽപ്പെട്ട് ഒരാളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെ മുൻനിർത്തി നമ്മുടെ ഇഖ്ലാസും ആത്മാർത്ഥതയും പരിഗണിച്ച് നാം ഉൾക്കൊണ്ടിട്ടുള്ള ആശയത്തിന്റെയും ആദർശത്തിന്റെയും മഹത്വം അംഗീകരിച്ച് പടച്ച റബ്ബ് ഒരു അടിമയെ, ഒരു ദാസനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നാദാ ജിബ്രീൽ, അള്ളാഹു മലക്കുകളിൽ പ്രിയങ്കരനായ ഏറ്റവും ആദരണീയനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ വിളിച്ചുകൊണ്ട് പറയും, ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബ,
അള്ളാഹു ഇന്നയാൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതിനാൽ നീയും ഇഷ്ടപ്പെടണം. ഫയുഹിബ്ബുഹു ജിബ്രീൽ. അപ്പൊ അങ്ങനെ അയാൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇഷ്ടപ്പെടും. എന്നിട്ട് ജിബ്രീൽ ഫയുനാദി ജിബ്രീൽ ഫി അഹ്ലി സമാ, വാനലോകത്ത് വെച്ച് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വിളിച്ചു പറയും, അള്ളാഹു ഇന്നയാളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഞാനും ഇന്നയാളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടണം. ഫയുഹിബ്ബുഹു അഹ്ലു സമാ, ആകാശ ലോകത്തെ വാനലോകത്തെ മലായിക്കത്തുകൾ എല്ലാവരും അയാളെ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുമെന്ന്. സുമ്മ യുളഉ ലഹുൽ ഖബൂലു ഫിൽ അർദ്, പിന്നീട് അയാൾക്ക് ദുനിയാവിൽ ഭൂമിയിൽ സ്വീകാര്യത കിട്ടും. അയാൾ ജീവിച്ചപ്പോൾ അയാളുടെ കൂടെ ആളുകൾ അധികമില്ല എങ്കിലും അയാൾക്ക് മരണശേഷം, അമ്പിയാക്കന്മാരുടെ ചരിത്രം അങ്ങനെയല്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാട്ടിൽ നിന്ന് പുറത്താക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാലറ്റ് പോകുന്നവനാണ്, ശേഷി ബാക്കിയാവുകയില്ല, അദ്ദേഹത്തിന്റെ ചരിത്രം ഇതോടുകൂടി അവസാനിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വീമ്പളക്കിയിരുന്ന ആളുകൾ, അവരുടെ അവസ്ഥ എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസ്ഥ എന്താണ്? ലോകം മുഴുക്കെ സദാസമയവും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേരായി, ജനകോടികളുടെ മനസ്സിൽ സ്ഥാനം കിട്ടിയ ഒരു വ്യക്തിത്വമായി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാറിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു കൊടുത്ത സ്വീകാര്യതയാണ്. അബൂദർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചത് നമ്മൾ കേട്ടു. അമലുകൾ ചെയ്തിട്ട് പടച്ചറബിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്തതാണ്. പക്ഷെ ആളുകൾ അതിന്റെ പേരിൽ പ്രശംസിച്ചാൽ അത് വിശ്വാസിക്ക് കിട്ടുന്ന ഒരു സന്തോഷ വാർത്തയായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് ആത്മാർത്ഥമായി, ഇഖ്ലാസോടുകൂടി, നിഷ്കളങ്കമായി, ആരുടെയും കയ്യടിയോ അംഗീകാരമോ പ്രതീക്ഷിക്കാതെ നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അള്ളാഹു നമുക്ക് തരുന്നതാണ് അത്. രണ്ടാമത്തെ ഒരു സംഗതി, രഹസ്യമായി ധാരാളം നന്മകൾ ചെയ്യാൻ നമുക്ക് സാധിക്കണം. പരസ്യമായി ചെയ്യുന്നതിനേക്കാൾ വലിയ നന്മകൾ രഹസ്യമായി നമുക്ക് ചെയ്യുവാൻ സാധിക്കണം. അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി ഇസ്ലാമിക ലോകത്തെ പർവ്വത സമാനമായ പണ്ഡിതന്മാരിൽ എണ്ണപ്പെടുന്ന വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ അദ്ദേഹത്തിന്റെ ഗുരുനാഥനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് ഇക്കാര്യം ധാരാളമായി ഉണർത്താറുണ്ടായിരുന്നു. അപ്പോ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പ്രത്യേകതയെ സംബന്ധിച്ച് പറയുമ്പോൾ, ഇമാം മാലിക്കിന്റെ ഒരു ഉപദേശം അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ, മൻ അഹബ്ബ അൻ യുഫ്തഹ ലഹു ഫുർജത്തുൻ ഫീ ഖൽബിഹി, ഒരാൾക്ക് മനസ്സിൽ ഒരു വിശാലതയും സന്തോഷവും കിട്ടണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ, വയൻജുവ മിൻ ഗമറാത്തിൽ മൗത്ത്, സക്കറാത്തുൽ മൗത്തിൽ നിന്ന്, മരണരംഗത്തെ മരണവേദനയിൽ നിന്ന് നിങ്ങൾ ആരെങ്കിലും രക്ഷ ആഗ്രഹിക്കുന്നുവെങ്കിൽ, വഅഹ്വാലി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിലെ ഭീകരതയിൽ നിന്ന്, ഭയാനകതയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ വേണമെങ്കിൽ ഏതൊക്കെയാണ്? മനസ്സിനൊരു സ്വസ്ഥതയും സമാധാനം വേണം. അതേപോലെ തന്നെ മരണസമയത്ത് ആ മരണവേദന ലഘുവായി സന്തോഷത്തോടുകൂടി മലക്കുൽ മൗത്തിനെ സ്വീകരിക്കുവാൻ സാധിക്കണം. പരലോകത്തെത്തിക്കഴിഞ്ഞാൽ ഖിയാമത്ത് നാളിന്റെ എല്ലാവിധ ഭയാനകതകളിൽ നിന്നും ആശ്വാസം കിട്ടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഫൽയകുൻ ഫീ അമലിഹി ഫിസ്സിർരി അക്സറ മിൻഹു ഫിൽ അലാനിയ, പരസ്യമായി നിങ്ങൾ എന്തെല്ലാം ഇബാദത്തുകൾ, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു അതിനേക്കാൾ കൂടുതൽ നിങ്ങൾ രഹസ്യമായി നന്മകൾ ചെയ്തുകൊണ്ടിരിക്കണമെന്ന്. എങ്കിൽ ഈ പറഞ്ഞ നിർഭയത്വവും സമാധാനവും സന്തോഷവും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ രണ്ടാമത്തെ സംഗതി, സൽകീർത്തി പരലോകത്ത്, അതേപോലെ ദുനിയാവിൽ സത്യവിശ്വാസികളുടെ അടുക്കൽ, പടച്ചറബിന്റെ അടുക്കൽ നമുക്ക് നല്ല പേര് കിട്ടണമെങ്കിൽ രഹസ്യമായി കുറെ നന്മകൾ ചെയ്യാൻ നമുക്ക് സാധിക്കണം. പരസ്യമായി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ രഹസ്യമായി പ്രത്യേകം നമ്മൾ ചെയ്യാൻ സാധിക്കണമെന്നാണ് ആ പറഞ്ഞതിന്റെ താല്പര്യം. അതേപോലെ മൂന്നാമത്തെ ഒരു കാര്യം, ഖുർആനുമായിട്ടുള്ള നമ്മുടെ ബന്ധം ശക്തമാക്കുവാൻ, അത് ഏറ്റവും നഷ്ടപ്പെട്ടു പോകാത്ത രീതിയിൽ ദൃഢമാക്കുവാൻ നമുക്ക് സാധിക്കണം. പരിശുദ്ധ റമദാനിൽ നമ്മൾ ധാരാളമായി ഖുർആനുമായി ബന്ധപ്പെട്ട് ഖുർആൻ ഓതുന്ന, ഖുർആൻ കേൾക്കുന്ന അവസ്ഥയുണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ നമ്മളോട് ചോദിക്കണം, ആ റമദാനിന് ശേഷം നമ്മളും ഖുർആനുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? ഓരോ വെള്ളിയാഴ്ചയിലും സൂറത്തുൽ കഹ്ഫ് പ്രത്യേകം ഓതൽ സുന്നത്താണ് എന്ന് നമുക്കറിയാം. നമ്മളിൽ എത്ര പേർ സൂറത്തുൽ കഹ്ഫ് ഇന്ന് ഓതിയിട്ടുണ്ട്? ഇന്ന് മഗ്രിബിന് മുമ്പ് നമുക്ക് ഓതി തീർത്താൽ ആ പുണ്യം കിട്ടും. വ്യാഴാഴ്ച മഗ്രിബ് മുതൽ വെള്ളിയാഴ്ച മഗ്രിബ് വരെ അതിന്റെ സമയമുണ്ട്. പക്ഷെ നമ്മളിൽ എത്ര പേർ അത് ശ്രദ്ധിക്കലുണ്ട്? ഒരു സൂറത്തിന്റെ കാര്യം മാത്രമല്ല, ഖുർആനുമായി നിരന്തരം ബന്ധപ്പെടുവാൻ സാധിച്ചാൽ,
അള്ള പറയാണ്, പ്രവാചകരെ താങ്കൾക്കുള്ള ഒരു സൽകീർത്തിയാണ്, തന്റെ ജനതക്കുമുള്ള ഒരു നല്ല പേരാണ് ഈ ഖുർആൻ. അവരെ നല്ലത് ഓർമ്മിപ്പിക്കുന്ന, അതിലൂടെയുള്ള ഉത്ബോധനങ്ങൾ അവർക്ക് ഗുണപ്പെടുന്ന രീതിയിൽ. വസൗഫ തുസ്അലൂൻ, തീർച്ചയായും നിങ്ങൾ പിന്നീട് ചോദ്യം ചെയ്യപ്പെടും ആ ഖുർആനിനെ സംബന്ധിച്ച്. ഐ ഫഖ്റുൻ ലക്കും വമൻഖബ, നിങ്ങൾക്കുള്ള അഭിമാനമാണ്, നിങ്ങൾക്കുള്ള നല്ല സ്ഥാനപ്പേരും അതേപോലെ തന്നെ സൽകീർത്തിയുമാണ് വിശുദ്ധ ഖുർആനിലൂടെയുള്ളത്. ആ ഖുർആനിനെ ആര് പരിഗണിക്കുന്നുവോ, ആ ഖുർആനിനെ തന്റെ ജീവിതത്തോട് ചേർത്ത് വെക്കുന്നുവോ, അവർക്കൊരിക്കലും നിരാശപ്പെടുകയോ അപഹാസ്യരായി പോവുകയോ ചെയ്യുകയില്ല. ആരുടെയും ഇടയിൽ തലയെടുപ്പോടുകൂടി ഉയർന്നു നിൽക്കാൻ, എഴുന്നേറ്റ് നിൽക്കുവാൻ സാധിക്കുന്ന രീതിയിൽ അള്ളാഹു കൊടുക്കുമെന്നാണ്. അതേപോലെ നാലാമത്തെ ഒരു കാര്യം അൽ ഇഹ്സാൻ, നന്മ ചെയ്യുക. പടച്ചിറപ്പുമായിട്ടുള്ള ഇബാദത്തുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. നീ റബ്ബിന്റെ മുന്നിൽ ഇബാദത്തുകൾക്ക് വേണ്ടി നിൽക്കുമ്പോൾ, അത് നിസ്കാരമാകട്ടെ മറ്റേത് ഇബാദത്താകട്ടെ, പടച്ച റബ്ബിനെ നീ കാണുന്നു എന്ന രൂപത്തിൽ ഇഖ്ലാസോടുകൂടി, മനസാന്നിധ്യത്തോടുകൂടി, യാതൊരുവിധ മറ്റ് വീഴ്ചകളും കലർപ്പുകളും കടന്നു വരാതെ പടച്ച റബ്ബിന് ഇഖ്ലാസോടുകൂടി നിർവഹിക്കുവാൻ സാധിക്കുന്ന ഇബാദത്തുകൾ, അത് ഏറ്റവും ദറജ കൂടിയതാണ്. അതേപോലെ പടപ്പുകളോടും നന്മകൾ ചെയ്യുന്ന വിഷയത്തിൽ അങ്ങനെയായി കഴിഞ്ഞാൽ തീർച്ചയായും അള്ളാഹുവിന്റെ അടിമകൾക്കിടയിൽ, സത്യവിശ്വാസികൾക്കിടയിൽ നല്ല പേരും പ്രശസ്തിയും നല്ല വർത്തമാനങ്ങളും ഒക്കെ ഉണ്ടാകുമെന്നാണ് പരിശുദ്ധ ഖുർആൻ 37-ാം അധ്യായം സൂറത്ത് സ്വാഫാത്തിൽ നിരവധി പ്രവാചകന്മാരെ സംബന്ധിച്ച് എടുത്തു പറയുമ്പോൾ വതറക്നാ അലൈഹി ഫിൽ ആഖിരീൻ, അവരെ സംബന്ധിച്ചൊക്കെ അവരുടെ ശേഷക്കാരിൽ നാം നല്ലത് ശേഷിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആ പ്രവാചകന്മാരുടെ ചരിത്രം പറയുമ്പോൾ ആവർത്തിച്ച് പുട്ടിന് പീര എന്ന് പറയുന്നത് പോലെ ഒരു പ്രവാചകന്റെ ചരിത്രം പറയും, ആ പ്രവാചകന്റെ സൽകീർത്തിയെ സംബന്ധിച്ച് പറയും. എന്നിട്ട് അതിനോട് ചേർത്ത് അള്ള പറഞ്ഞൊരു കാര്യം, ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, നന്മ ചെയ്യുന്ന, ഇഹ്സാൻ ചെയ്യുന്ന സുഹൃതവാന്മാർക്ക് അപ്രകാരമാണ് നാം പ്രതിഫലം നൽകുന്നത്. അപ്പൊ ദുനിയാവിലും ഒരു നല്ല പേരും പ്രശസ്തിയും അംഗീകാരവും നല്ല വർത്തമാനവും ഉണ്ടാകുന്നു, പരലോകത്തും അവർക്കത് ഉണ്ടാകും. ആവർത്തിച്ച് ഖുർആൻ പറഞ്ഞതാണ് സൂറത്ത് സാഫാത്തിലെ 80, 105, 121, 131 ഇങ്ങനെ 80-ാമത്തെ ആയത്ത് മുതൽ നമ്മൾ ഇങ്ങനെ വായിച്ചു വരുമ്പോൾ ഓരോ നബിമാരുടെയും ചരിത്രം പറയുമ്പോൾ അള്ളാഹു ആവർത്തിച്ചു പറഞ്ഞതാണ്. അപ്പോൾ ചുരുക്കത്തിൽ നമ്മളെ സംബന്ധിച്ച് ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചതിന് ശേഷവും ആളുകൾ ദുഷിച്ച മോശമായൊന്നും പറയരുത്, നല്ലതല്ലാത്ത ഒന്നും നമുക്ക് കേൾക്കാൻ, നമ്മുടെ അനന്തരാവകാശികൾക്ക് നമ്മളെക്കുറിച്ച് കേൾക്കാൻ ഇടവരരുത് എന്ന് നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് പറഞ്ഞ്, നല്ലത് കേട്ട്, നല്ല രീതിയിൽ സന്തോഷത്തോടുകൂടി ഈ ദുനിയാവിൽ നിന്ന് കണ്ണടക്കുവാനുള്ള തൗഫീക്ക് നൽകി ആദരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. സല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി ശ്രദ്ധിക്കണമെന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്. റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമുക്ക് സൽകീർത്തി ആഗ്രഹിക്കുന്നത് പോലെ ഒരു ബാഡ് ഇമേജ് അല്ലെങ്കിൽ മോശമായൊരു വർത്തമാനവും നമ്മളെ സംബന്ധിച്ചുള്ള കമന്റുകളും വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പിശാചിന്റെ കെണികളിൽ നിന്ന് പടച്ചറബിനോട് ധാരാളമായി രക്ഷ തേടിക്കൊണ്ടിരിക്കുക എന്നതാണ്. നമ്മളെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധാരണ പരത്തി അരുക്കാക്കാൻ ശ്രമിക്കുക എന്നത് പിശാചിന്റെ ഒരു ലക്ഷ്യമാണ്. പിശാചിന്റെ കൂട്ടാളികളും അത് ചെയ്തുകൊണ്ടിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിന്റെ അവസാനത്തെ പത്തിൽ മദീനയിലെ മസ്ജിദുൻ നബവിയിൽ ഇഅ്തികാഫിരുന്നൊരു സമയം. അപ്പൊ രാത്രി സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ, വിശ്വാസികളുടെ മാതാവ് സഫിയ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സന്ദർശിച്ചു, എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ചെയ്തു കൊടുക്കാൻ വേണ്ടി.
അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ യാത്രയാക്കാൻ വേണ്ടി പള്ളിയുടെ വാതിൽക്കൽ വരെയും ചെന്ന് അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അൻസ്വാറുകളിൽപ്പെട്ട 2 സ്വഹാബിമാർ ആ വഴി കടന്നു പോകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സലാം പറഞ്ഞു. അവർ വേഗം ധൃതിയിൽ പോകാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം മടക്കിയിട്ട് അവരെ രണ്ടുപേരെയും തിരിച്ചു വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് എന്റെ ഭാര്യ സഫിയയാണ് എന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് ആകെ അത്ഭുതം തോന്നി. സ്വഹാബിമാരായ അവർ പറയാണ്, പടച്ചവനെ, അള്ളാഹുവിന്റെ റസൂലെ, അങ്ങയെ സംബന്ധിച്ച് ഞങ്ങൾ വേറൊന്നും വിചാരിക്കുകയില്ല, വേറെ ഒന്നും. അപ്പോ അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനെ കുറിച്ചെങ്ങാനും ഇവർ മോശമായി ചിന്തിച്ചു പോയിട്ടുണ്ടാകുമോ എന്ന് കരുതി ക്ലിയർ ചെയ്തതാണ് എന്ന് വിചാരിച്ച് അവർക്ക് വല്ലാത്തൊരു വിഷമം തോന്നി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യം സ്വഹീഹുൽ ബുഖാരിയിൽ, സ്വഹീഹ് മുസ്ലിമിൽ, അതേപോലെ തന്നെ സുനൻ ഇബ്നു മാജയിൽ, ഇമാം ബുഖാരിയുടെ തന്നെ അദബുൽ മുഫ്രദിൽ ഒക്കെ കാണുവാൻ സാധിക്കുന്ന പ്രബലമായ ഒരു ഹദീസ്, ഇന്നശ്ശൈത്വാന യജ്രി മിൻ ഇബ്നി ആദം മജ്റദ്ദം. രക്തം സഞ്ചരിക്കുന്ന എല്ലായിടങ്ങളിലും മനുഷ്യ ശരീരത്തിൽ പിശാച് കടന്നു ചെല്ലുമെന്നാണ്. വഇന്നി ഖശീതു അൻ യഖ്ദിഫ ഫീ ഖുലൂബികുമാ ശൈആ. നിങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സിൽ ആ പിശാച് എന്തെങ്കിലുമൊക്കെ ഇട്ടുതരും എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നാണ്. അപ്പൊ എത്രമാത്രം തെളിച്ചും വെളുപ്പിച്ചു നമുക്ക് പറയാൻ സാധിക്കുന്ന വ്യക്തിത്വമാണ് എങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ ആരാണ് ഉണ്ടാവുക? ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കം ശ്രദ്ധിച്ചതാണ് തെറ്റിദ്ധാരണകളുടെ സാഹചര്യങ്ങളെ നമ്മൾ കരുതിയിരിക്കുക എന്നത്, സൂക്ഷിക്കുക എന്നത്. ആളുകൾ എന്തെങ്കിലും വിചാരിച്ചോട്ടെ, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ ഇന്നതല്ലേ ചെയ്തുള്ളൂ എന്നല്ല. തെറ്റിദ്ധാരണകളുടെ വാതിലുകൾ അടക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മളല്ലാത്ത പിശാച് അവിടെ ഇടപെടുമെന്നുള്ള തിരിച്ചറിവോടുകൂടി ഭാര്യയെ, ഭർത്താവിനെ തെറ്റിക്കുന്ന, സ്നേഹബന്ധങ്ങളെ മുറിച്ചു കളയുന്ന, രക്തബന്ധങ്ങളെ ശിഥിലമാക്കുന്ന എല്ലാറ്റിലും പിശാചിന്റെ റോൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ റബ്ബിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാഗ്രത പാലിച്ച് നമുക്ക് കാണാൻ സാധിക്കും. മുനാഫിക്കുകളുടെ നേതാവായിരുന്നു അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ എന്ന് പറയുന്ന വ്യക്തി. മദീനയിൽ വിശ്വാസികൾക്കുണ്ടാക്കിയ ഷർറ് എണ്ണി തിട്ടപ്പെടുത്തുവാൻ കഴിയാത്തത്ര ഫിത്ന അയാളിലൂടെ ഉണ്ടായി. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ദഅനി യാ റസൂലല്ലാഹ് ഫഅഖ്തുൽ ഹാദൽ മുനാഫിഖ്. ഈ കപട വിശ്വാസി എനിക്കങ്ങ് വിട്ടുതരൂ പ്രവാചകരെ, അവന് തല ഞാൻ അരിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രോഷാകുലനായി വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മആദല്ലാഹ്, പടച്ചറബ്ബ് കാക്കട്ടെ, അൻ യതഹദ്ദസ അന്നാസു അന്നി അഖ്തുലു അസ്ഹാബി. മുഹമ്മദിനെ പപ്പണ് കൂടെയുള്ള ആളുകളെ തന്നെ കൊന്നൊടുക്കലാണ് എന്ന് പറയുന്നതിന് ഞാൻ ഭയപ്പെടുന്നു എന്നാണ്. അപ്പൊ അയാള് വധശിക്ഷ അർഹിക്കാത്ത ആളാണ് എന്നുള്ളത് കൊണ്ടല്ല, അയാളുടെ ഫിത്ന അത്രക്കുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാം. പക്ഷെ അതിന്റെ ഇമ്പാക്ട് എന്തായിരിക്കും, അതിന്റെ ബാക്കി പത്രം എന്തായിരിക്കും എന്ന് ആലോചിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച ജാഗ്രതയും സൂക്ഷ്മതയും മുസ്ലിം ഉമ്മത്ത് അല്ല നമ്മൾ ഓരോരുത്തരും പാലിച്ചിരുന്നുവെങ്കിൽ എന്തെല്ലാം തെറ്റിദ്ധാരണകളും എന്തെല്ലാം ഫിത്നകളും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കുവാൻ, ദൂരെ നിർത്തുവാൻ സാധിക്കും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി, ഇസ്ലാമിക ലോകത്ത് അറിയപ്പെടുന്ന വളരെ താത്വികനായ, നീതിമാനായ, ഭക്തനായ ഒരു പണ്ഡിതനും ഭരണാധികാരിയുമായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ അറിയപ്പെടുന്ന പണ്ഡിതനായിരുന്നു ഖാലിദ് ബിൻ സഫ്വാൻ റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തോടൊരു ഉപദേശം തേടുകയാണ്. അങ്ങനെയാണ് നല്ലവർ. വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. പരസ്പരം നല്ലതുകൊണ്ട് അവർ ഉപദേശിക്കും. അപ്പോൾ ഖലീഫയായ, ഭരണാധികാരിയായ, അറിവുള്ള, ഭക്തനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി ഖാലിദ് ബിൻ സഫ്വാനിനോട് എന്നെ അങ്ങൊന്ന് വഅദ് പറഞ്ഞ് എനിക്കൊന്ന് ഉപദേശം നൽകണം എന്ന് ഉപദേശം തേടിപ്പോയപ്പോൾ അദ്ദേഹം കൊടുക്കുന്ന ചില ഉപദേശങ്ങളുണ്ട്. യാ അമീറൽ മുഅ്മിനീൻ, അല്ലയോ വിശ്വാസികളുടെ നേതാവായ ഉമർ ബിൻ അബ്ദുൽ അസീസ്, ഇന്ന അഖ്വാമൻ ഗർറഹും സിത്റുല്ലാഹി അസ്സ വജൽ. ചില മനുഷ്യന്മാർ അവരെ ചതിയിൽ പെടുത്തി കളഞ്ഞിരിക്കുന്നു, അവരെ വഞ്ചിച്ചു കളഞ്ഞിരിക്കുന്നു. പടച്ച റബ്ബ് അവരുടെ ചില ന്യൂനതകളും നെഗറ്റീവുകളും മറച്ചുവെച്ചു എന്നത്. എങ്ങനെ? നമ്മുടെ ജീവിതത്തിൽ ചില അബദ്ധങ്ങൾ, തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം, ഡെഫിനറ്റ്ലി. പക്ഷെ അത് ആളുകൾ അറിഞ്ഞിട്ടില്ല, ആളുകൾക്കിടയിൽ അത് പാട്ടായി നടന്നിട്ടില്ല. അതിന്റെ പേരിൽ നമ്മൾ വഞ്ചിതരായി പോകരുത്. അതേപോലെ ആളുകളൊക്കെ നല്ലത് പറയുന്നു എന്നതും ചില ആളുകളെ ഫിത്നയിലാക്കിയിട്ടുണ്ട്, കുഴപ്പത്തിലാക്കിയിട്ടുണ്ട്.
നിന്നെ സംബന്ധിച്ച് മറ്റാളുകളുടെ അറിവില്ലായ്മ നിന്നെ ഒരിക്കലും വഞ്ചിച്ചു കളയാതിരിക്കട്ടെ. അതേപോലെ തന്നെ ഇൽമക ബിനഫ്സിക്, നിന്നെ സംബന്ധിച്ച് നിനക്കറിയുന്ന ആ അറിവിനോളം അവർക്കില്ല നിന്നെ സംബന്ധിച്ചുള്ള അറിവ്. അതുകൊണ്ട് അവർക്കറിയില്ല എന്നുള്ള ആ ഒരു അജ്ഞത നിനക്ക് നിന്നെ പറ്റി അറിയുന്ന അറിവിനെ അതിജയിച്ചു വരാതിരിക്കട്ടെ. എന്ന് പറഞ്ഞാൽ എന്റെ കാര്യം എനിക്കറിയാലോ, നിങ്ങൾ ഓരോരുത്തരെയും കുറിച്ച് നിങ്ങൾക്ക് ഏറ്റവും നന്നായി അറിയാലോ, ബാക്കി ആരും അത് അറിയാത്തതാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ആരും വല്ലാതെ ഞെളിയണ്ട എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അആദനല്ലാഹു വഇയ്യാക്, നമ്മളെ എല്ലാവരെയും പടച്ചറബ് കാത്തു രക്ഷിക്കുമാറാകട്ടെ എന്ന് അദ്ദേഹം ആ സന്ദർഭത്തിൽ തന്നെ ദുആ ചെയ്യുകയാണ്. അന്നകൂന മഗ്റൂരീന ബിസ്സിത്ർ, അള്ളാഹു നമ്മുടെ കുറെ ന്യൂനതകൾ മറച്ചുവെച്ചു എന്നുള്ളത് കൊണ്ട് വഞ്ചനയിൽ അകപ്പെട്ട് പരാജിതരായി പോകുന്ന, നഷ്ടപ്പെട്ടു പോകുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും പെടുത്താതിരിക്കട്ടെ എന്നാണ് അവർ പറഞ്ഞത്. അതേപോലെ തന്നെ ആളുകൾ നമ്മളെ സംബന്ധിച്ച് നല്ലത് പറയുന്നു എന്നതിന്റെ പേരിൽ സന്തോഷിച്ച് അറമാന്തിച്ച് ആഹ്ലാദിച്ച് എന്തോ വലിയ അബദ്ധത്തിലേക്ക് ചാടാൻ പോകുന്ന ആളുകളെ പോലെ നമ്മൾ ആകാതിരിക്കട്ടെ. അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച പല ഉത്തരവാദിത്വത്തിലും അള്ളാഹു നമ്മളോട് ബാധ്യതയാക്കി ഫർലാക്കിയ പല കാര്യത്തിലും നമ്മൾ പിന്നാക്കം പോയതിനെ സംബന്ധിച്ചും മുഖസ്സിരീൻ പലതിലും നമ്മൾ വീഴ്ച വരുത്തിയതിനെ സംബന്ധിച്ചും വഇലൽ അഹ്വാഇ മാഇലീൻ നമ്മുടെ ദേഹേച്ഛകളിലേക്ക് നമ്മൾ ചാഞ്ഞു പോകുന്നതിനെ സംബന്ധിച്ചും ഒക്കെ നമ്മൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് ആ വാചകം തുടരുമ്പോൾ പിന്നെ കാണുന്നത് ഫബക ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്ന് പറയുന്ന പണ്ഡിതൻ, സാത്വികനായ ആ വ്യക്തി, ഭരണാധികാരി, അദ്ദേഹം കരയുന്നതായിട്ടാണ് കാണുന്നത് എന്ന്. അപ്പൊ സഹോദരങ്ങളെ, നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കേണ്ട അത്തരം ഉപദേശങ്ങൾ സ്വകാര്യതയിൽ നമ്മളോട് ചോദിക്കാം. ആളുകൾ നമ്മളെ സംബന്ധിച്ച് പലതും നല്ലത് പറയാൻ, പക്ഷേ വാസ്തവത്തിൽ നമ്മുടെ കുറവുകൾ മറ്റാരേക്കാളും നമുക്കറിയാം. റബ്ബ് നമ്മുടെ ആ ന്യൂനതകൾ മറച്ചു വെച്ചത് ഒരുപക്ഷെ നമുക്ക് ഖൈറിന് വേണ്ടിയായിരിക്കും. നമ്മൾ രാവിലെയും വൈകുന്നേരവും ദുആ ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പഠിപ്പിച്ച ദുആകളിൽ പെട്ടതാണ് അല്ലാഹുമ്മസ്തുർ ഔറാത്തി വആമിൻ റൗആത്തി, അല്ലാഹു എന്റെ കുറവുകളൊക്കെ നീ മറച്ചു വെക്കണമേ, എന്റെ ന്യൂനതകളും പോരായ്മകളും ആളുകൾക്കിടയിൽ ചർച്ച ചെയ്ത് ഞാൻ വഷളാക്കപ്പെടുന്ന ഒരവസ്ഥ എനിക്കില്ലാതിരിക്കാൻ. ആ കുറവുകൾ നമുക്കറിയാം. ആ കുറവുകൾ മൂടിവെക്കാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ നമ്മുടെ കുറവുകൾ നമ്മൾ മനസ്സിലാക്കി വിനയാന്വിതരായി പടച്ചറബിലേക്ക് കൂടുതൽ അടുക്കുവാൻ നമ്മൾ ശ്രമിക്കുക. മറ്റുള്ളവരുടെ എന്തെങ്കിലും നെഗറ്റീവ് കിട്ടിയാൽ അത് ആഘോഷിക്കാൻ നിൽക്കാതെ നമ്മുടെയും കുറവുകളുണ്ട്, അത് ആളുകൾ ഏറ്റുപിടിച്ചാൽ നമ്മളും വഷളാകും എന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലാക്കി നമ്മുടെ ഇസ്സത്ത്, നമ്മുടെ അഭിമാനം എത്രമാത്രം മഹത്തരമായി നമ്മൾ സൂക്ഷിക്കുന്നുവോ അതുപോലെ മറ്റുള്ളവരുടെ അഭിമാനത്തെയും പരിഗണിക്കുവാൻ നമുക്ക് സാധിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഒരു വിശ്വാസിയുടെ രക്തവും ഒരു വിശ്വാസിയുടെ സമ്പത്തും ഒരു വിശ്വാസിയുടെ അഭിമാനവും പരിശുദ്ധ കഅബയേക്കാൾ വിശുദ്ധമാണ് എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര കണ്ട് നമ്മുടെ നാവിനെ സൂക്ഷിക്കണം, എത്ര കണ്ട് നമ്മുടെ വിചാരങ്ങൾ, മനസ്സുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. റഹ്മാനായ റബ്ബ് അങ്ങനെ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഭക്തരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളും റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും നന്മകൾ കേട്ട് നന്മകൾ കൊണ്ട് സന്തോഷിക്കാൻ, മരണസമയത്ത് മലക്കുകളുടെ ആശീർവാദവും അഭിമാനവും അഭിവാദ്യങ്ങളും കേട്ട് ഈ ദുനിയാവിൽ നിന്ന് വേർപിരിയാനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും റബ്ബ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار وأدخلنا الجنة مع الأبرار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على نبينا محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين.